പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. തോന്നിവാസം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്, ആരും ഒന്നും ചെയ്യില്ല, ആരും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല, എവിടെ പോയി പറയാം, യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പം അവർ പൊടിയും തട്ടിപ്പോവും. അങ്ങനെയൊന്നും അല്ല. ഇതിനൊക്കെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഡിഫമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് തന്നെയുണ്ട് നമുക്ക് ലോയിൽ. ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയെ അത് പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യുകയോ ഏതെങ്കിലും ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫമേഷൻ പറഞ്ഞു. നേരത്തെ IPC 499 ആയിരുന്നു, ഇപ്പോൾ BNS-ലും എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഒരു ഒഫൻസ് ആണ്, അത് സൈബർ ഒഫൻസ് ആണ് ഇത്. അപ്പോൾ എന്തായാലും സൈബർ ലോസും അതിൻ്റെ കൂടെ ഈ ഡിഫമേഷൻ്റെ ലോയും കൂടെ വരും. നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. എൻ്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോൾ കളിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഞങ്ങൾ കളി തുടങ്ങട്ടെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ. അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ആർക്കൊക്കെ എതിരെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിരെയുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ്. ചെയ്തു എന്നുള്ള ആൾക്കാർ അറിയുക, ഇതാണ് ഇഷ്യൂ. കാരണം ഇത് ഡിഫമേഷനാണ്. സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന, അത് ഇൻ പ്രിന്റോ പബ്ലിഷ്ഡോ ഓൺലൈനോ ആയിക്കഴിഞ്ഞാൽ അത് ഡിഫമേഷനാണ്. അപ്പോൾ അത് തന്നെയാണ് ആക്ട്.